കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടിക്കെതിരെയുള്ള ഹർജി പിൻവലിക്കും. രജിസ്ട്രാറായ KS അനിൽകുമാർ നൽകിയ ഹർജിയാണ് പിൻവലിക്കുക. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, കേരള സർവകലാശാല രജിസ്ട്രാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടി, അതിനെതിരെ നൽകിയ ആ ഒരു ഹർജി അതിന് പിൻവലിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിഖില്, ഈ രജിസ്ട്രാർ തന്നെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടി അത് റദ്ദാക്കണമെന്നും അടിയന്തരമായിട്ട് ഹൈക്കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി നൽകിയത്. ഈ ഹർജിയാണ് പിൻവലിക്കുക. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ ഒരു സാഹചര്യത്തിലാണ് തീരുമാനം. പക്ഷേ VC-യും അതോടൊപ്പം തന്നെ രജിസ്ട്രാറും രണ്ട് തട്ടിലാണ്. സർവകലാശാലയും ഒക്കെ തന്നെ എതിരഭിപ്രായം ഉന്നയിച്ചൊരു സാഹചര്യമുണ്ട്. അതായത് VC പറയുന്നത് തന്റെ അസാന്നിധ്യത്തിൽ ഈ സിൻഡിക്കേറ്റ് പ്രമേയം പാസാക്കിയ നടപടി നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC-യുടെ ഇൻചാർജുള്ള സിസ തോമസ്. അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് അനുസൃതമായിട്ട് രജിസ്ട്രാർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ താൻ ഈ ഒരു ഹർജി പിൻവലിക്കുന്നുവെന്നായിരിക്കും രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കുക. ഹൈക്കോടതിയാണ് പിന്നീട് ഇതിന് അനുമതി നൽകേണ്ടത്. ഒരുപക്ഷെ സർവകലാശാലയും അതോടൊപ്പം തന്നെ VC-യും ഒരു വിശദീകരണം ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കാം. എന്തായാലും ഈ ഒരു ഹർജി പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ രജിസ്ട്രാർ ചുമതലയേറ്റൊരു സാഹചര്യം അല്ലെങ്കിൽ അത് വിശദീകരിച്ചുകൊണ്ട് VC വീണ്ടും ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയേക്കും. എന്തായാലും നിലവിൽ ഹർജി പിൻവലിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് KS അനിൽകുമാർ ഉള്ളത്. ഇക്കാര്യം ഹൈക്കോടതിയെ ഇന്ന് അറിയിക്കുകയും ചെയ്യും. ജസ്റ്റിസ് DK സിംഗിന്റെ ബെഞ്ച് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഭാരതാംബയെ ഒരു സ്ത്രീയായിട്ട് വിശേഷിപ്പിച്ച രജിസ്ട്രാറുടെ അഭിഭാഷകന്റെ പരാമർശങ്ങളടക്കം വലിയ രീതിയിൽ ഹൈക്കോടതി നിർഭാഗ്യകരമെന്നുള്ള രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, രജിസ്ട്രാർ ഗവർണറുടെ പരിപാടിയിൽ ചെയ്തിട്ടുള്ള നടപടികൾ അത് ഗവർണറുടെ വിശിഷ്ട വ്യക്തിത്വത്തെ അല്ലെങ്കിൽ വിശിഷ്ടതയെ ബാധിക്കുന്നു എന്നുള്ളത് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഈ തീരുമാനം അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തന്റെ ഹർജി KS അനിൽകുമാർ അത് പിൻവലിക്കുക. സ്വാഭാവികമായിട്ടും നിലവിൽ ആ ആവശ്യം നിലനിൽക്കാത്ത അല്ലെങ്കിൽ അപ്രസക്തമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഹർജി പിൻവലിക്കാനായിട്ടുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ VC ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുക അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഏറെ പ്രസക്തമാണ്. നിഖിൽ. ശരി രേഷ്മ, കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടിക്കെതിരെയുള്ള ഹർജി പിൻവലിക്കും. രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഹർജിയാണ് പിൻവലിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.